ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എക്സാം ഒക്കെ അടുത്തു വരുന്നു അല്ലേ? ഒരു ടെൻഷനും വേണ്ട. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു രക്ഷയുമില്ലാത്ത ഷോർട്ട് ടോപ്പിക്കാണ്, ആർടെമിസ് 2. ഞാൻ ഗ്യാരണ്ടി അടുത്തു വരുന്ന ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എടുത്താലും ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ പേനയും പേപ്പറൊക്കെ മാറ്റിവെച്ചോളൂ, ഫുൾ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട്. ഈ ഒരു മാർക്ക് നമ്മൾ ഒരുമിച്ചങ്ങ് പോക്കറ്റിലാക്കാൻ പോവാണ്. ഈ നമ്പർ കണ്ടോ, 1972. എന്റെ ദൈവമേ, 50 വർഷത്തിൽ കൂടുതലായി. നമ്മളിൽ പലരും ജനിക്കുന്നതിനും എത്രയോ മുൻപാണ് മനുഷ്യൻ അവസാനമായി ചന്ദ്രന്റെ ആ പരിസരത്തേക്ക് പോയത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു ഹാഫ് സെഞ്ചുറി, ഒരു തലമുറയുടെ മുഴുവൻ കാത്തിരിപ്പാണ് ഈ ആർടെമിസ് 2 ദൗത്യം. അതുകൊണ്ട് തന്നെ എക്സാം പേപ്പർ ഇടുന്നവർക്ക് ഇതൊരു ഇഷ്ടവിഭവമാണ്. ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ്, മനസ്സിൽ കുറിച്ചിട്ടോ. അപ്പോ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നത്? ഒരു ചോദ്യകർത്താവ് ഇതിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്? പേടിക്കണ്ട, അടുത്ത കുറച്ചു മിനിറ്റിനുള്ളിൽ ആ ചോദ്യപേപ്പറിലെ ഓരോ പോയിന്റും നമ്മളിവിടെ പൊളിച്ചെടുക്കി കയ്യിൽ തരും. റെഡിയല്ലേ? ഓക്കെ, ഈ ടോപ്പിക്ക് എളുപ്പത്തിൽ തലയിൽ കയറാൻ ഒരു വഴിയുണ്ട്. നമ്മളിതിനെ ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിച്ച് പഠിക്കും. ആദ്യം യാത്ര പോകുന്ന ആൾക്കാരെ പരിചയപ്പെടും, പിന്നെ അവരുടെ വാഹനത്തെക്കുറിച്ച് പഠിക്കും, യാത്രയുടെ റൂട്ട് മാപ്പ് ഒന്ന് നോക്കും, എന്തിനാണ് ഈ യാത്രയെന്ന് മനസ്സിലാക്കും, അവസാനം ഒരു മിന്നൽ പിണർ റിവിഷനും. സിമ്പിളല്ലേ? അപ്പോ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ഭാഗം. ഭാഗം 1. ഇതാണ് ഈ മിഷനിലെ സൂപ്പർ സ്റ്റാർസ്, ഈ 4 പേര്. ഇവരുടെ പേരുകൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഓരോ പേരിന്റെ കൂടെയും ഓരോ ചരിത്രം തിരുത്തിക്കുറിക്കലുണ്ട്. എക്സാമിന് ചോദ്യം വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. ആൾക്കാരെയും അവരുടെ റെക്കോർഡുകളെയും പറ്റി ചോദിക്കാൻ എക്സാം ഇടുന്നവർക്ക് എപ്പോഴും ഒരിഷ്ടമാണ്. നോക്കൂ, ഇതാണ് നമ്മുടെ ക്രൂ. ടീമിന്റെ തലവൻ കമാൻഡർ റീഡ് വൈസ്മാൻ, വാഹനം പറത്തുന്നത് പൈലറ്റ് വിക്ടർ ഗ്ലോവർ, പിന്നെ 2 മിഷൻ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, ക്രിസ്റ്റീന കോക്കും ജെറമി ഹാൻസനും. ഈ 4 പേരുകൾ മനസ്സിലൊരു ഫോട്ടോ എടുത്തു വെച്ചോളൂ. ഇനി നമുക്കിവരിൽ ഓരോരുത്തരും എങ്ങനെയാണ് ചരിത്രം സൃഷ്ടിക്കുന്നതെന്ന് നോക്കാം. ഈ പോയിന്റിന്റെ മുകളിൽ ഒരു 5-6 സ്റ്റാർ മാർക്കിട്ടോളൂ. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീ ചന്ദ്രനിലേക്ക് പറക്കാൻ പോകുന്നു. ആരാണ് ആ ധീരവനിത? പേര് മറക്കരുത്, ക്രിസ്റ്റീന കോക്ക്. ഒന്നുകൂടി പറയാം, ക്രിസ്റ്റീന കോക്ക്. മനസ്സിൽ ഉറപ്പിച്ചില്ലേ? അടുത്ത റെക്കോർഡ്, ഇതും ചരിത്രം തന്നെയാണ്. വിക്ടർ ഗ്ലോവർ. ആരാണിദ്ദേഹം? ഭൂമിയുടെ തൊട്ടടുത്തുള്ള ഭ്രമണപഥം, അതായത് നമ്മൾ ഈ ലോ എർത്ത് ഓർബിറ്റ് എന്നൊക്കെ പറയുന്നത് കടന്ന് അങ്ങ് ദൂരെ ഡീപ് സ്പേസിലേക്ക് പോകുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ. ഈ പോയിന്റും വിക്ടർ ഗ്ലോവറിന്റെ പേരും തമ്മിൽ ഫെവിക്കോൾ വെച്ചൊട്ടിച്ചോളൂ, മറന്നുപോകരുത്. മൂന്നാമത്തെ ചരിത്രം. ഇത് വെറുമൊരു വ്യക്തിയല്ല, ഒരു രാജ്യത്തിന്റെ തന്നെ പ്രതിനിധിയാണ്. കാനഡക്കാരനായ ജെറമി ഹാൻസൻ. അതായത് ആദ്യമായിട്ടാണ് ഒരു അമേരിക്കക്കാരനല്ലാത്ത വ്യക്തി ചന്ദ്രനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ 3 ചരിത്രങ്ങൾ പഠിച്ചു അല്ലേ? ഇതോർത്തിരിക്കാനൊരു സൂത്രപ്പണിയുണ്ട്. KGH. സിമ്പിൾ. കോക്കിന്റെ K, ഗ്ലോവറിന്റെ G, ഹാൻസന്റെ H. KGH. എങ്ങനെയുണ്ട് ഐഡിയ? ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഇവരുടെ വണ്ടി ഏതാണെന്ന് നോക്കാം. ശ്രദ്ധിക്കണം, ഇവിടെയാണ് പലർക്കും മാർക്ക് തെറ്റുന്നത്. റോക്കറ്റ് വേറെ, പേടകം വേറെ. രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചാൽ മാർക്ക് പോയി. ആ കൺഫ്യൂഷൻ നമുക്കിപ്പ തന്നെ തീർക്കാം. ഇത് നോക്കിയേ, വളരെ സിമ്പിളാണ്. ഈ കാണുന്ന ഭീമാകാരൻ സാധനമില്ലേ, SLS, അതൊരു ട്രെയിനിന്റെ എഞ്ചിനാണെന്ന് വിചാരിച്ചാൽ മതി. അതിന്റെ ഒരൊറ്റ ജോലിയേ ഉള്ളൂ, താഴെ നിന്ന് ഭയങ്കര ശക്തിയിൽ മുകളിലേക്ക് തള്ളുക. നമ്മുടെ യാത്രക്കാരിയ്ക്കുന്നത് അതിന്റെ മുകളിലുള്ള ആ ചെറിയ ക്യാപ്സ്യൂളിലാണ്, ഓറിയോൺ. അത് നമ്മുടെ പാസഞ്ചർ ബോഗി പോലെ. എഞ്ചിൻ കുറച്ചു ദൂരം പോയിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വേർപെട്ടു പോകും. പിന്നെ നമ്മുടെ യാത്രികരുടെ യാത്ര മുഴുവൻ ഈ ഓറിയോൺ എന്ന ബോഗിയിലാണ്. വ്യത്യാസം ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ വണ്ടിയും റെഡി, ആൾക്കാരും റെഡി. ഇനി യാത്ര തുടങ്ങിയല്ലേ? ഇതൊരു 10 ദിവസത്തെ ബഹിരാകാശ ട്രിപ്പാണ്. നമുക്കും ഇവരുടെ കൂടെ അങ്ങ് പോകാം. എവിടൊക്കെയാണ് സ്റ്റോപ്പ്, എന്തൊക്കെയാണ് പരിപാടികളെന്നൊക്കെ ഒന്ന് നോക്കാം. വാ. ഈ 10 ദിവസത്തെ യാത്രയെ നമുക്ക് എളുപ്പത്തിൽ 3ആയിട്ട് തിരിക്കാം. സ്റ്റെപ്പ് 1. ആദ്യം ഭൂമിയുടെ അടുത്ത് തന്നെ ഒന്ന് കറങ്ങി എല്ലാ സിസ്റ്റംസും ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യും, ഒരു ട്രയൽ റൺ പോലെ. സ്റ്റെപ്പ് 2. എല്ലാം പക്കയാണെങ്കിൽ നേരെ ചന്ദ്രനിലേക്ക് വിടും. അവിടെ ലാൻഡ് ചെയ്യില്ലാട്ടോ, പകരം ചന്ദ്രനെ ഒന്ന് ചുറ്റി ഒരു ഹായ് പറഞ്ഞ് തിരിച്ചുവരും. സ്റ്റെപ്പ് 3. തിരിച്ചു ഭൂമിയിലേക്ക് വന്ന് പസഫിക് സമുദ്രത്തിലേക്ക് ഒരു ബുൾസൈ അടിച്ച് ലാൻഡ് ചെയ്യും. അത്രയുള്ള പരിപാടി. അയ്യോ, ഈ വലിയ വാക്കൊക്കെ കണ്ട് പേടിക്കണ്ട. ഹൈബ്രിഡ് ഫ്രീ റിട്ടേൺ ട്രാജക്ടറി. സംഭവം സിമ്പിളാണ്.
നമ്മളൊരു കല്ലില് കയറുകെട്ടി ഒരു തൂണിന് ചുറ്റും കറക്കി എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ തൂണ് കല്ലിനെ വലിച്ച് അതിന്റെ വഴിക്ക് തിരികെ കൊണ്ടുവരും, അല്ലേ? അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ചന്ദ്രൻ എന്ന തൂണ് ഒറിയോൺ എന്ന കല്ലിനെ അതിന്റെ ഗ്രാവിറ്റി വെച്ച് വലിച്ച് നേരെ ഭൂമിയിലേക്ക് തിരിച്ചുവിടുന്നു. അതുകൊണ്ട് ഇന്ധനം ലാഭിക്കാം. അതൊരു നല്ലൊരു സേഫ്റ്റി ഫീച്ചറുമാണ്. എങ്ങനെയുണ്ട് നാസയുടെ ബുദ്ധി? ദാ അടുത്തൊരു എക്സാം പോയിന്റ്. 4 ലക്ഷം കിലോമീറ്റർ. ഒന്നോർത്തു നോക്കിയേ, ഭൂമിയെ ഏകദേശം 10 തവണ ചുറ്റുന്ന ദൂരമാണിത്. ഇന്നുവരെ ഒരു മനുഷ്യനും ഭൂമിയിൽ നിന്ന് ഇത്രയും ദൂരേക്ക് പോയിട്ടില്ല. ഇതൊരു ലോക റെക്കോർഡാണ്. അതുകൊണ്ട് ഈ നമ്പർ മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ, 4 ലക്ഷം. ഇനി തിരിച്ചുവരവിലെ സ്പീഡ് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. മണിക്കൂറിൽ 40,000 കിലോമീറ്റർ. ഒരു തോക്കിൽ നിന്ന് പായുന്ന ബുള്ളറ്റിനേക്കാൾ എത്രയോ ഇരട്ടി വേഗത. ഈ സ്പീഡിൽ അന്തരീക്ഷത്തിലേക്ക് ഇടിച്ചു കയറുമ്പോഴുണ്ടാകുന്ന ചൂട് ഊഹിക്കാമോ? ഒരു തീഗോളം പോലെയാകും പേടകം. ആ ചൂടിൽ വെന്തുപോകാതെ യാത്രികരെ രക്ഷിക്കുന്ന ആ കവചമാണ് ഒറിയോണിന്റെ ഹീറ്റ് ഷീൽഡ്. അതിന്റെ പരീക്ഷണമാണ് ഈ യാത്രയിലെ ഏറ്റവും ടെൻഷനുള്ള നിമിഷം. അപ്പോ ആര് പോകുന്നൂന്ന് പഠിച്ചു, ഏത് വണ്ടിയിലാണെന്ന് പഠിച്ചു, റൂട്ട് മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: എന്തിനാണ് ഇത്രയും കോടികൾ മുടക്കി ഈ റിസ്ക് ഒക്കെ എടുക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റൂ. അപ്പോ ശ്രദ്ധിച്ചിരിക്കണം. ഈയൊരു വാചകത്തില് എല്ലാമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു ഡ്രസ് റിഹേഴ്സലാണ്. അടുത്ത മിഷനില്, അതായത് ആർടെമിസ് 3-ല് ചന്ദ്രനിൽ കാലുകുത്തുന്നതാണ് ശരിക്കിനുള്ള കളി. അപ്പോൾ സ്റ്റേജിൽ കയറുന്നതിനു മുൻപ് ലൈറ്റും സൗണ്ടും കോസ്റ്റ്യൂമും എല്ലാം പക്കയാണോ എന്ന് നോക്കില്ലേ? അത് തന്നെ. മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കുന്നതിനു മുൻപുള്ള ഒരു ഫൈനൽ ചെക്കിംഗ്. അതാണ് ആർടെമിസ് 2. അപ്പോൾ എന്തൊക്കെയാണ് അവർ പ്രധാനമായും ചെക്ക് ചെയ്യുന്നത്? 1. ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, അതായത് മനുഷ്യർക്ക് ശ്വാസം മുട്ടാതെ സുരക്ഷിതമായി അതിലിരിക്കാൻ പറ്റുമോ എന്ന്. 2. യാത്രികർക്ക് ഈ വാഹനം മാനുവലായി ഓടിക്കാൻ പറ്റുമോ? കമ്പ്യൂട്ടർ എങ്ങാനും പണിമുടക്കിയാൽ എന്തു ചെയ്യും? അതറിയണം. 3. ഡീപ് സ്പേസിലെ റേഡിയേഷൻ. ഇത് ഭയങ്കര അപകടകാരിയാണ്. അതിൽ നിന്ന് യാത്രികരെ സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് പഠിക്കണം. ഈ ടെസ്റ്റുകളെല്ലാം പാസ്സായാൽ മാത്രമേ അടുത്ത ദൗത്യത്തിൽ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ അനുവാദം കിട്ടൂ. മനസ്സിലായോ? ഇതൊരു എക്സാം പാസ്സാകുന്നതുപോലെയാണ്. നമ്മൾ ഈ ടോപ്പിക്കിന്റെ A to Z പഠിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം, റിവിഷൻ. ഞാൻ ചില ചോദ്യങ്ങൾ പറയാം, ഉത്തരം മനസ്സിൽ പറയാൻ ശ്രമിക്കണം. ഇത് നിങ്ങളുടെ ഒരു സെൽഫ് ടെസ്റ്റാണ്. റെഡി? ലെറ്റ്സ് ഗോ. നമുക്ക് വേഗത്തിൽ ഒന്നോർത്തെടുക്കാം. ദൗത്യമേതാണ്? ആർടെമിസ് 2, ഒരു ഫ്ലൈ ബൈ മിഷൻ. യാത്രികർ എത്ര പേരുണ്ട്? 4 പേർ. പ്രധാന റെക്കോർഡുകൾ: ആദ്യ വനിത ക്രിസ്റ്റീന കോക്ക്, ആദ്യ കറുത്ത വർഗ്ഗക്കാരൻ വിക്ടർ ഗ്ലോവർ, ആദ്യ വിദേശി ജെറമി ഹാൻസൺ. റോക്കറ്റ് ഏതാണ്? SLS. പേടകമേതാണ്? ഒറിയോൺ. ഏറ്റവും വലിയ ലക്ഷ്യമെന്താണ്? ആർടെമിസ് 3 ലാൻഡിങ്ങിനു മുൻപുള്ള ഫൈനൽ ടെസ്റ്റ്. ഈ പോയിന്റുകൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റാണ്. ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഒരു ചാന്ദ്ര ദൗത്യത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? മനസ്സിൽ ഉത്തരം വന്നോ? യെസ്, അത് ക്രിസ്റ്റീന കോക്കാണ്. ശരിയാക്കിയവർക്ക് ഒരു സെൽഫ് 5 കൊടുക്കാം. അടുത്ത ചോദ്യം: ആർടെമിസ് ദൗത്യത്തിലെ ആ ഭീമൻ റോക്കറ്റിന്റെ പേരെന്താണ്? ശ്രദ്ധിക്കണം, പേടകത്തിന്റെ പേരല്ല ചോദിച്ചത്, റോക്കറ്റിന്റെ പേരാണ്. കിട്ടിയോ? അതെ, സ്പേസ് ലോഞ്ച് സിസ്റ്റം, അഥവാ SLS. മൂന്നാമത്തെ ചോദ്യം: ആർടെമിസ് 2-ന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷനില് ചന്ദ്രനിൽ ഇടങ്ങുക എന്ന് കണ്ടാൽ ചാടിക്കേറി ഉത്തരം എഴുതരുത്. അല്ല, ഓർക്കുക, ഇതൊരു ടെസ്റ്റ് ഫ്ലൈറ്റാണ്. മനുഷ്യരെ വെച്ച് വാഹനത്തിന്റെ എല്ലാ സിസ്റ്റംസും ഒന്ന് പരീക്ഷിച്ചു നോക്കുക. അതാണ് പ്രധാന ലക്ഷ്യം. കിട്ടിയല്ലോ? അപ്പോൾ ഈ ടോപ്പിക് നമ്മൾ സെറ്റാക്കിയെന്ന് വിശ്വസിക്കുന്നു. പോകുന്നതിനു മുൻപ് നിങ്ങൾക്കായി ഒരു ചിന്ത. ആർടെമിസ് ദൗത്യം ചന്ദ്രനിലേക്കുള്ള ഒരു യാത്ര മാത്രമല്ല, ഭാവിയിൽ ചൊവ്വയിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: ഈ മിഷനിൽ നിന്ന് കിട്ടുന്ന ഏത് വിവരമായിരിക്കും, റേഡിയേഷനെക്കുറിച്ചുള്ള അറിവാണോ, ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ടെസ്റ്റാണോ, ഭാവിയിലെ ചൊവ്വയാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ അടുത്ത ടോപ്പിക്കുമായി കാണുന്നതുവരെ അടിച്ചുപൊളിച്ച് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.